അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നും പറയണത് തന്നെയാണ് കേട്ടോ എനിക്ക് ഇന്നും പറയാനുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം കേട്ടോ, ഗോതമ്പിൻ്റെ പത്തിരി. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഗോതമ്പ് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് അവിടെ വാട്ടി കുഴച്ച് ഉരുളകളൊക്കെ ആക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇന്ന് സുഡാപ്പിയുടെ സ്കൂളിൽ ചെറിയൊരു ഫുഡ് പരിപാടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, സുഡാപ്പിയുടെ സ്കൂളിലത്തെ ഹെഡ് മിസ്റ്റേഴ്സിൻ്റെ മോളിന് പുറത്ത് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ടീച്ചർ എല്ലാവർക്കും ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ടീച്ചർ അവിടെ സ്കൂളിൽ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പിന്നെ പി ടി എയിലുള്ള അമ്മമാർക്കും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പി ടി എയിലുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ ക്ഷണം. അങ്ങനെ ഇപ്പോൾ അത് പോകാനുള്ള റെഡിയാവലാണ് കേട്ടോ. ഉച്ചയ്ക്കാണ് കേട്ടോ ഫുഡ് പരിപാടി. പിന്നെ ഞാനതവിടെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു 2 വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെറും വെള്ളം മാത്രമാണ് കേട്ടോ, വേറെ ഒന്നല്ല. ഞാനിവിടെ ഗൾഫിലത്തെ തേപ്പ് വെട്ടിയാണ് കേട്ടോ ഇവിടെ വീട്ടിലുള്ളത്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമേ അവിടുത്തെ ഒരു ഫ്ലഗും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡുമ്പോൾ വേറൊരു സാധനം കൂടി കണക്ടറും കൂടി കുത്തിയിട്ട് അതുമേലാണ് ഈ തേപ്പ് വെട്ടി കുത്താൻ പറ്റുള്ളൂ. പക്ഷെ അതന്ന് സുഡാപ്പിയും ബാത്തൂസ് എടുത്ത് കളിച്ചിട്ട് എവിടെയോ കൊണ്ട് കളഞ്ഞു കേട്ടോ. അത് ഞാൻ അന്വേഷിച്ചിട്ട് കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഷർട്ട് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ ചുരുണ്ടിട്ടുണ്ട് കേട്ടോ. അലമാരയിൽ മടക്കി വെച്ചതായിരുന്നു. പിന്നെ മക്കളുടെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചൊക്കെ ഇട്ടിട്ട് ആകെ ചുരുണ്ടിട്ടായിരിക്കണേ. അപ്പോൾ എന്തായാലും ഷർട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പഴയ ഷർട്ടാണ് കേട്ടോ. എൻ്റെ മുണ്ടും ഷർട്ടും പഴയ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം അത് ഓണത്തിൻ്റെയാണ് കേട്ടോ. ഈ വർഷം എടുത്തത് അന്നത്തെ പരിപാടിക്ക് അന്ന് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതങ്ങനെ കഴുകി എടുത്തു വെച്ച് ഇനി ഓണത്തിന് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ ഇന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആകെ ചുരുണ്ടിട്ടായിരിക്കണത് കേട്ടോ. അപ്പോൾ തേക്കാനായിട്ട് തേപ്പ് പൊട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് നോക്കാമല്ലോ എന്ന്. ഞാൻ ഇതിന് മുമ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഒരു 2 വിസിലടിച്ചെടുക്കുക. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ തേപ്പ് പെട്ടി കൊണ്ട് തേച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഇങ്ങനെ കുക്കർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ തന്നെ ചുളിവൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. കണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ അതൊക്കെ നല്ലപോലെ തന്നെ അയൺ ചെയ്തെത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കറണ്ട് പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേച്ചെടുക്കാൻ സുഖമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂട് പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയെന്ന് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ പത്തിരിയാണ് കേട്ടോ, ഗോതമ്പിൻ്റെ പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പത്തിരി ഞാൻ നല്ലപോലെ തന്നെ തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി പോലെയല്ല, പത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പരത്താനായിട്ട് ഈ പ്രസ്സിലാണ് വെച്ചിട്ട് പരത്തിയെടുക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മളതിൽ കവർ വെക്കാണ്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എണ്ണ ആക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കായി നല്ലത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മളത് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ചപ്പാത്തി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ആട്ടപ്പൊടിയുടെ കവറാണ് കേട്ടോ. ആ കവർ ഞാനിങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ, 2-3 എണ്ണമൊക്കെ. ഇതിപ്പോൾ നാശമാകുമ്പോൾ നമുക്ക് അടുത്തെടുക്കാമല്ലോ. അങ്ങനെ ഭൂരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതൊരു ജാതി സ്മെല്ലുണ്ടാവും എണ്ണയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ ചപ്പാത്തിയുടെ കവർ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഇപ്പോൾ മുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ പത്തിരി. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള തക്കാളിക്കറിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിക്കറിയുടെ റെസിപ്പി ഞാൻ ഇതേ പറഞ്ഞ പോലെ തന്നെ വേറെ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇന്നിപ്പോൾ എല്ലാവരും കാണിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കറിയുടെ റെസിപ്പി ഒന്നും അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് ഫുള്ളായിട്ട്. തക്കാളിക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളിക്കറിയും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കറിയായി, പിന്നെ പത്തിരിയായി. ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് ഭക്ഷണം കൊടുത്ത് ഇനി സുഡാപ്പിനെ കുളിപ്പിച്ച് വേഗം ഭക്ഷണമൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയക്കണം.
അങ്ങനെ ഇപ്പോൾ ഈ സുഡാപ്പി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോകാനായിട്ട്. പിന്നെ അതുപോലെ ഈ മുണ്ട് എന്ന് പറയുന്നത് പഴയ മുണ്ടാണല്ലോ. ഈ മുണ്ട് എടുത്തു കൊടുത്തിട്ടുള്ളത് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയും ചേട്ടനും കൂടി കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് സുഡാപ്പിക്ക് എടുത്തു കൊടുത്ത മുണ്ടും ഷർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്കറിയില്ലല്ലോ നമ്മൾ ഇടത്തേ സൈഡാണ് എടുക്കുക എന്നുള്ളത്. ഇതിപ്പോൾ വലത്തേ സൈഡ് മുണ്ടാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇത് ഒട്ടിക്കുന്നതായതുകൊണ്ട് വലത്തേ സൈഡിലേക്കാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനെടുത്ത പുതിയ മുണ്ടും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പിടിപ്പിച്ച് നോക്കിയപ്പോഴാണ് നോക്കുമ്പോൾ അത് വലത്തേ സൈഡിലേക്കാണ് നിൽക്കുന്നത്. നമ്മൾ ഇടത്തേ സൈഡാണല്ലോ എടുക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു മക്കളിപ്പോൾ എന്തെങ്കിലും സ്കൂൾ ഫംഗ്ഷന് പോകുമ്പോൾ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നിനൊന്നും എടുക്കുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയിട്ട് സുഡാപ്പി രാവിലെ തന്നെ പോന്നിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. അവിടെ വന്നപ്പോൾ ചെറിയൊരു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു. പിന്നെ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ ഫുഡ്. അങ്ങനെ ബിരിയാണി, ചിക്കൻ ബിരിയാണി കേട്ടോ. അതിപ്പോൾ ഞങ്ങൾ കയറി വന്നതും പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു കേട്ടോ. അവരതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മമാരോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതേ അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. സ്പെഷ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു പീസ് പൈനാപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വേഗം അവിടുന്ന് പോരാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സുഡാപ്പിയുടെ ക്ലാസ് റൂം. സുഡാപ്പിയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരം ക്ലാസ്സിലിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ടീച്ചർമാർക്ക് ഫുഡ് കഴിക്കണം, കുട്ടികളെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും പറഞ്ഞു ഞങ്ങളിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ടും ഒക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് കുട്ടികളെ അവിടെ ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും ടീച്ചർമാർ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സുഡാപ്പിയുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പാത്തൂസിനെ കവളത്ത് പിടിക്കുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്. അവളായാലും അങ്ങോട്ട് ഇങ്ങനെ എന്താ വെച്ചാൽ അധികം ഇങ്ങനെ എവിടെയും പോയിരുന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇത്രയും കുട്ടികളൊക്കെ ഒരുമിച്ച് കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ വരുമ്പോഴല്ലേ കാണുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അംഗനവാടിയിൽ പോകണം. അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. അപ്പോൾ അവർ ഓരോന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കുട്ടിക്കാലൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിരിക്കുകയാണ് കേട്ടോ. ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഓർമ്മകൾ, മറക്കാൻ പറ്റാത്ത ഓരോ ഓർമ്മകൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോഴും ഒരു എന്താ പറയുക വിഷമമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു കാലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ് കേട്ടോ. പിന്നെ മക്കളുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും കേട്ടോ. കുട്ടികളുടെ കളിയും ചിരിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.